യേശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥം ദൈവപിതാവിൻ്റെ സർവാധിപത്യത്തെയും അവിടുത്തെ പരിശുദ്ധിയെയും ഉദ്ഘോഷിക്കുന്ന ഒരു ഉത്കൃഷ്ട പ്രവചന സമാഹാരമാകുന്നു. മനുഷ്യകുലത്തെ വീണ്ടെടുക്കുന്നതിനായി പീഡിതനായ ദാസനായി ആഗതനാകുന്ന പുതിയ നിയമത്തിലെ മിശിഹായെക്കുറിച്ചുള്ള ദൈവിക വാഗ്ദാനം ഇതിൽ അതിസ്പഷ്ടമായി പ്രതിധ്വനിക്കുന്നു. അനുഷ്ഠാനങ്ങളിലെ ബാഹ്യമായ ആചാരങ്ങൾക്കല്ല, അന്തരംഗത്തിലെ സത്യസന്ധതയ്ക്കാണ് പ്രാധാന്യമെന്ന് യേശയ്യാ പ്രവാചകൻ ആവർത്തിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആത്മീയ അന്ധതയും സ്വയം പര്യാപ്തതയും മനുഷ്യനെ അധപതനത്തിലേക്ക് നയിക്കുന്നുവെന്നും ദൈവത്തിൻ്റെ വഴികൾ നമ്മുടേതിനേക്കാൾ അത്യുന്നതങ്ങളിലാണെന്നും പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു. നീതി പുനഃസ്ഥാപിതമാകുന്ന ഒരു നവലോക സൃഷ്ടിയുടെ പ്രത്യാശ വിശ്വാസികളെ ദൈവത്തിലേക്ക് തിരിച്ചു വിളിക്കുമ്പോൾ കർത്താവിനെ പരിത്യജിക്കുന്നവർക്ക് മുന്നിൽ കണിശമായ താക്കീതും മുഴങ്ങുന്നു. വരാനിരിക്കുന്ന കാലത്തെ നേരിടുവാൻ ഹൃദയത്തിൽ നിന്നുള്ള യഥാർത്ഥ പശ്ചാത്താപമാണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ ആഗമനം ആസന്നമായിരിക്കുന്നു. നാം എല്ലാവരും ജാഗ്രതയോടെയും ഒരുക്കത്തോടെയും ഇരിക്കേണ്ട സമയമാണിത്. കർത്താവെ, ജീവൻ നൽകുന്ന അങ്ങയുടെ വചനങ്ങളിലൂടെ ഞങ്ങളെ ജ്ഞാനം നൽകി നിറയ്ക്കണമേ. ഇതാ ഞങ്ങൾ സന്നദ്ധരായിരിക്കുന്നു. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 11. നീതിനിഷ്ഠനായ രാജാവ്. ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും, അവൻ്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളിർക്കും. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും. കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടോ ചെവികൊണ്ട് കേൾക്കുന്നത് കൊണ്ടോ മാത്രം അവൻ വിധി നടത്തുകയില്ല. ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും. ഭൂമിയിലെ എളിയവരോട് അവൻ നീതിപൂർവം വർത്തിക്കും. ആജ്ഞാദണ്ഡുകൊണ്ട് അവൻ ഭൂമിയെ പ്രഹരിക്കും. അവൻ്റെ മൊഴി ദുഷ്ടരെ നിഗ്രഹിക്കും. നീതിയും വിശ്വസ്തതയും കൊണ്ട് അവൻ അരമുറുക്കും. ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും. പുള്ളിപ്പുലി കോലാട്ടിൻകുട്ടിയോടുകൂടെ കിടക്കും. പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ചു മേയും. ഒരു ശിശു അവയെ നയിക്കും. പശുവും കരടിയും ഒരിടത്ത് മേയും. അവയുടെ കുട്ടികൾ ഒന്നിച്ചു കിടക്കും. സിംഹം കാളയെപ്പോലെ വൈക്കോൽ തിന്നും. മുല കുടിക്കുന്ന ശിശു സർപ്പപ്പൊത്തിനു മുകളിൽ കളിക്കും. മുലകുടി മാറിയ കുട്ടി അണലിയുടെ അളയിൽ കൈയിടും. എൻ്റെ വിശുദ്ധഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. പ്രവാസികൾ തിരിച്ചു വരും. അന്ന് ജസ്സയുടെ വേര് ജനങ്ങൾക്ക് ഒരു അടയാളമായി നിലകൊള്ളും. ജനതകൾ അവനെ അന്വേഷിക്കും. അവൻ്റെ ഭവനം മഹത്വപൂർണ്ണമായിരിക്കും. അന്ന് അസീറിയ, ഈജിപ്ത്, പാത്രോസ്, എത്യോപ്യ, ഏലാം, ഷീനാർ, ഹാമാത്ത് എന്നിവിടങ്ങളിലും തീരദേശങ്ങളിലും അവശേഷിച്ചിരിക്കുന്നതിൻ്റെ ജനത്തെ വീണ്ടെടുക്കാൻ കർത്താവ് 2ാം പ്രാവശ്യം കൈനീട്ടും. ജനതകൾക്ക് അവിടുന്ന് ഒരു അടയാളം നൽകും. ഇസ്രായേലിൽ നിന്ന് ഭ്രഷ്ടരായവരെയും യൂദയായിൽ നിന്ന് ചിതറിപ്പോയവരെയും അവിടുന്ന് ഭൂമിയുടെ 4 കോണുകളിൽ നിന്നും ഒരുമിച്ച് കൂട്ടും. എഫ്രായീമിൻ്റെ അസൂയ നീങ്ങുകയും യൂദായെ പീഡിപ്പിക്കുന്നവൻ വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും. എഫ്രായീം യൂദായോട് അസൂയ പുലർത്തുകയോ യൂദ എഫ്രായീമിനെ അലട്ടുകയോ ഇല്ല. അവർ പടിഞ്ഞാറുള്ള ഫിലിസ്ത്യരുടെ മേൽ ചാടി വീഴുകയും കിഴക്കുള്ളവരെ കൊള്ളയടിക്കുകയും ചെയ്യും. ഏദോമിനെയും മോവാബിനുമെതിരായി അവർ കരമുയർത്തും. അമ്മോനിയർ അവർക്ക് കീഴടങ്ങും. കർത്താവ് ഈജിപ്തിലെ കടലിനൊടുക്കിനെ പൂർണ്ണമായി നശിപ്പിക്കും. നദിയുടെ മേൽ അവിടുന്ന് ഉഷ്ണക്കാറ്റോടുകൂടെ കൈവീശും. കാല് നനയാതെ കടക്കാവുന്ന വിധം അതിനെ തകർത്ത് 7 തോടുകളായി പിരിക്കും. ഈജിപ്തിൽ നിന്ന് പോന്ന ഇസ്രായേലിനുണ്ടായിരുന്നതുപോലെ ഒരു രാജവീതി അസീറിയയിൽ അവശേഷിക്കുന്ന അവിടുത്തെ ജനത്തിനും ഉണ്ടായിരിക്കും. ദൈവജനമേ, 11ാം അധ്യായത്തിൻ്റെ ആഴമായ പ്രത്യാശയിലേക്കും ദൈവിക വെളിപാടിലേക്കും നമുക്ക് പ്രവേശിക്കാം. യേശയ്യാ പ്രവചിച്ച ശിക്ഷാവിധിയുടെയും അസീറിയൻ ആക്രമണത്തിൻ്റെയും ഭീതിതമായ പശ്ചാത്തലത്തിലാണ് ഈ അധ്യായം പ്രത്യാശയുടെ പച്ചപ്പായി വിരിയുന്നത്. മുറിച്ചു മാറ്റപ്പെട്ട ഒരു മരക്കുറ്റിയിൽ നിന്ന് പുതിയൊരു തളിര് മുളച്ചു വരുന്ന അതിമനോഹരമായ ചിത്രം പ്രവാചകൻ ഇവിടെ അവതരിപ്പിക്കുന്നു. ഇസ്രായേലിൻ്റെ രാജകീയ വംശം തകർന്നു പോയെന്ന് ലോകം കരുതിയ നിമിഷത്തിലാണ് ദൈവം തൻ്റെ പുതിയ പദ്ധതി വെളിപ്പെടുത്തുന്നത്. ഭൗതികമായ തകർച്ചയ്ക്കപ്പുറം ദൈവികമായ പുനരുദ്ധാരണം സാധ്യമാണെന്ന് ഈ പശ്ചാത്തലം നമ്മെ പഠിപ്പിക്കുന്നു. ഈ അധ്യായത്തിലെ കേന്ദ്ര സന്ദേശം ജസ്സയുടെ കുറ്റിയിൽ നിന്ന് മുളയ്ക്കുന്ന വിശുദ്ധ തളിരിനെക്കുറിച്ചുള്ള മെസ്സയ പ്രവചനമാണ്. ഈ
മെസ്സയ അഥവാ മിശിഹ കേവലം ഒരു രാഷ്ട്രീയ നേതാവല്ല, മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് പൂർണ്ണമായും വസിക്കുന്നവനായിരിക്കും. ജ്ഞാനം, വിവേകം, ഉപദേശം, ശക്തി, അറിവ്, ദൈവഭയം എന്നീ ആത്മീയ വരങ്ങളാൽ അവൻ അഭിഷേകം ചെയ്യപ്പെട്ടവനായിരിക്കും. ദരിദ്രർക്ക് നീതിയും വിനീതർക്ക് ന്യായവും ലഭ്യമാക്കുന്ന ഒരു ഭരണകൂടമാണ് ഈ ശിശു സ്ഥാപിക്കുന്നത്. ലോകത്തിൻ്റെ കണ്ണിലെ ശക്തിയല്ല, മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവാണ് യഥാർത്ഥ വിമോചനത്തിൻ്റെ ആധാരമെന്ന് ഈ പ്രവചനം വ്യക്തമാക്കുന്നു. യേശയ്യാ പ്രവാചകൻ്റെ കാലത്ത് ഈ സന്ദേശം വലിയ ആശ്വാസമാണ് നൽകിയത്. ദാവീദിൻ്റെ രാജവംശം, ജസ്സയുടെ വംശം അസീറിയൻ ആക്രമണത്താൽ ഉന്മൂലനം ചെയ്യപ്പെടുമെന്ന് ഭയപ്പെട്ടിരുന്ന ജനത്തിന് ഇതൊരു വലിയ വാഗ്ദാനമായിരുന്നു. ഹിസ്കിയ രാജാവിൻ്റെ കാലത്ത് ഭാഗികമായ ഒരു പുനരുദ്ധാരണം ഉണ്ടായെങ്കിലും ഈ വചനം പൂർണ്ണമായും സഫലമായത് നസ്രായനായ യേശുവിലൂടെയാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ ചൈതന്യമറ്റതെന്ന് തോന്നുന്ന വംശാവലിയിൽ നിന്ന് ലോകത്തിൻ്റെ രക്ഷകൻ ഉദിച്ചുയർന്നു. ചരിത്രത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ദൈവം തൻ്റെ വിശ്വസ്തത പാലിക്കുന്നു എന്നതിന് ഈ വചനത്തിൻ്റെ പൂർത്തീകരണം സാക്ഷ്യമാണ്. പ്രവാചകനായ യേശയ്യ തൻ്റെ ദൗത്യത്തിൽ പുലർത്തിയ അതീന്ദ്രിയമായ ദർശനവും ആത്മീയ ധൈര്യവും ഇവിടെ നമുക്ക് ദർശിക്കാം. നാശത്തിൻ്റെ വാർത്തകൾക്കിടയിലും ഒരു തളിരിൻ്റെ വളർച്ചയെക്കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് ദൈവാത്മാവ് അദ്ദേഹത്തെ ഭരിച്ചിരുന്നത് കൊണ്ടാണ്. വെറും ഭൗതിക നേത്രങ്ങൾ കൊണ്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ടാണ് അദ്ദേഹം ഭാവിയിലേക്ക് നോക്കിയത്. സമാധാനത്തിൻ്റെ ആധിപത്യം ഭൂമിയിൽ വരുമെന്ന പ്രഖ്യാപനം അദ്ദേഹത്തിൻ്റെ ആത്മീയ പക്വതയെ കാണിക്കുന്നു. ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ ലോകത്തിനു മുൻപിൽ തുറന്നു പറഞ്ഞ ധീരനായ ദൈവദാസനാണ് യേശയ്യ. സമകാലിക വിശ്വാസികൾക്ക് വലിയ ആത്മീയ ഉൾക്കാഴ്ചകൾ ഈ വചനഭാഗം നൽകുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ 7 വരങ്ങളെക്കുറിച്ചുള്ള സഭാ പഠനത്തിന് അടിസ്ഥാനമായത് ഈ അധ്യായത്തിലെ വചനങ്ങളാണ്. നമ്മുടെ ജീവിതം തകർന്നുപോയ മരക്കുറ്റി പോലെയാണെന്ന് തോന്നുമ്പോഴും അതിൽ നിന്ന് പുതിയൊരു ജീവൻ പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് നാം പഠിക്കുന്നു. നീതിയിലും സത്യത്തിലും അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ തുണ ആവശ്യമാണെന്ന് അത് ഓർമ്മിപ്പിക്കുന്നു. നമ്മളിലൂടെ ദൈവത്തിൻ്റെ സമാധാനം ലോകത്തിലേക്ക് പടരണം എന്ന് ഈ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. ആധുനിക ലോകത്തിലെ അസ്വസ്ഥതകൾക്കും അക്രമങ്ങൾക്കുമിടയിൽ ഈ സന്ദേശം വളരെ പ്രസക്തമാണ്. വന്യമൃഗങ്ങളും വളർത്തുമൃഗങ്ങളും ഒരുമിച്ച് വസിക്കുന്ന ചിത്രത്തിലൂടെ പ്രവാചകൻ അവതരിപ്പിക്കുന്നത് വിദ്വേഷമില്ലാത്ത ഒരു ലോകത്തെയാണ്. ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ മനുഷ്യർ ചേരിതിരിയുമ്പോൾ ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മെ ഒന്നാക്കേണ്ടതുണ്ട്. പരിസ്ഥിതിയുമായും സഹജീവികളുമായും ഇണങ്ങി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത പ്രവാചകൻ അന്നേ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഭൂമി കർത്താവിനെക്കുറിച്ചുള്ള അറിവ് കൊണ്ട് നിറയുന്ന ഒരു കാലത്തിനായി നമുക്ക് പരിശ്രമിക്കാം. പ്രിയ സഹോദര സഹോദരി, ദൈവത്തിൻ്റെ നീതിയിലുള്ള വിട്ടുവീഴ്ചയില്ലാത്ത ന്യായവിധിയെക്കുറിച്ചും പ്രവാചകൻ സംസാരിക്കുന്നു. അവൻ അധരങ്ങളിലെ ശ്വാസം കൊണ്ട് ദുഷ്ടരെ വധിക്കുമെന്ന് വചനം പറയുന്നത് പാപത്തോടുള്ള ദൈവത്തിൻ്റെ നിലപാടാണ്. ആത്മീയമായ അറിവില്ലാത്തവർ തങ്ങളുടെ വഴികളിൽ ഇടറി വീഴുമെന്ന മുന്നറിയിപ്പ് ഇവിടെയുണ്ട്. കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നത് കൊണ്ടോ അല്ല അവൻ ന്യായവിധി നടത്തുന്നത്. സത്യത്തിൻ്റെ അരപ്പട്ട ധരിച്ച മിശിഹ വരുമ്പോൾ സകല അനീതികളും ഇല്ലാതാകുമെന്ന് നാം തിരിച്ചറിയണം. പ്രിയ സഹോദരങ്ങളെ, ശിക്ഷാവിധിക്കിടയിലും ദൈവം നൽകുന്ന കരുണയുടെയും പുനരൈക്യത്തിൻ്റെയും വലിയൊരു വാഗ്ദാനം ഇവിടെയുണ്ട്. ചിതറിപ്പോയ തൻ്റെ ജനത്തെ രണ്ടാമതും കൈപിടിച്ചുയർത്താൻ കർത്താവ് കൈനീട്ടുമെന്ന് യേശയ്യ പറയുന്നു. എഫ്രായീമും യൂദയായും തമ്മിലുള്ള പിണക്കങ്ങൾ അവസാനിക്കുകയും ജനതകൾ ഒരുമിച്ച് വരികയും ചെയ്യും. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട കാലത്തെ പോലെ തൻ്റെ ജനത്തിന് ദൈവം ഒരു വഴിയൊരുക്കും. ദൈവം തൻ്റെ ജനത്തെ ഒരിക്കലും മറക്കുന്നില്ലെന്നും അവരെ ചേർത്ത് പിടിക്കാൻ എന്നും തയ്യാറാണെന്നും ഈ വചനങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനായി ഒരുങ്ങാൻ ഈ പ്രവചനം നമ്മെ പ്രചോദിപ്പിക്കട്ടെ. ക്രിസ്തു സ്ഥാപിച്ച രാജ്യം പൂർണ്ണതയിലെത്തുന്നത് അവിടുത്തെ രണ്ടാമത്തെ വരവോടെയാണ്. അന്നാണ് സിംഹവും ആട്ടിൻകുട്ടിയും ഒരുമിച്ച് വസിക്കുന്ന ആ നിത്യസമാധാനം കൈവരുന്നത്. ആ രാജ്യത്തിൽ പ്രവേശിക്കാൻ തക്കവിധം ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കാൻ നാം ഇപ്പോൾ ഇന്നേ ദിവസം തയ്യാറാകണം. കർത്താവിനെക്കുറിച്ചുള്ള അറിവ് കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കാൻ ഈ കാത്തിരിപ്പ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. വിശ്വാസത്തിൻ്റെ പാതയിൽ
പ്രത്യാശയോടെ മുന്നേറാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ ചിന്തകൾ നമുക്ക് ചുരുക്കാം. നമ്മുടെ ജീവിതത്തിലെ കഠിനമായ പരീക്ഷണങ്ങളെ ദൈവം പുതിയൊരു തുടക്കമായി മാറ്റുമെന്ന് ഉറച്ചു വിശ്വസിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾക്കായി നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം. സമാധാനത്തിൻ്റെ ദൂതന്മാരായി ലോകത്തിൻ്റെ അതിരുകളിലേക്ക് പോകാൻ നമുക്കും തയ്യാറാകാം. ദൈവത്തിൻ്റെ വചനം നമുക്ക് എന്നും വഴികാട്ടിയും പ്രകാശവുമായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ക്രൈസ്തവ പാരമ്പര്യം വചനത്തോടുള്ള ആഴമായ സ്നേഹത്തിലും വിധേയത്വത്തിലുമാണ് കെട്ടിപ്പടുത്തിയിരിക്കുന്നത്. നമ്മുടെ പൂർവികർ ഈ വചനങ്ങളുടെ ശക്തിയിലാണ് പ്രതിസന്ധികളെ തരണം ചെയ്തത്. സഭയുടെ കൂദാശകളിലൂടെയും വചന ധ്യാനത്തിലൂടെയും ക്രിസ്തുവിനോടുള്ള ബന്ധം നമുക്ക് ഊട്ടി ഉറപ്പിക്കാം, പുതുക്കാം. മറ്റുള്ളവർക്ക് പ്രത്യാശ നൽകുന്ന ഒരു സമൂഹമായി വളരാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ അനന്തമായ കരുണയും സ്നേഹവും നമുക്കെന്നും തുണയായിരിക്കട്ടെ. ദൈവം തൻ്റെ വചനത്തിലൂടെ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. യേശയ്യ ദർശിച്ച ആ മെസ്സയാനിക് പ്രകാശം, മിശിഹായുടെ പ്രകാശം നമ്മുടെ കുടുംബങ്ങളിൽ എന്നും ജ്വലിക്കട്ടെ. ഹൃദയത്തിലെ വിദ്വേഷങ്ങൾ മാറ്റി സ്നേഹത്തിൻ്റെ പുതിയൊരു ലോകം നമുക്കും പടുത്തുയർത്താം. സകല ജനപദങ്ങളും ദൈവത്തെ ആരാധിക്കുന്ന ആ നിത്യ മഹത്വത്തിനായി നമുക്ക് പ്രത്യാശയോടെ കാത്തിരിക്കാം. കർത്താവായ യേശുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.